ഏതോ ഒരു പള്ളിയിൽ പോലീസ് കയറി എന്ന് കേട്ടപ്പോഴേക്ക് ബഹുമാന്യനായ നമ്മുടെ ഡോക്ടർ കെ.ടി. ജലീൽ തൊണ്ടയനക്കി ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു. UDF-നെതിരിൽ പ്രയോഗിക്കാൻ പറ്റിയ ശക്തമായ ഒരു ആയുധം ലഭിച്ചു എന്ന നിലക്ക് അദ്ദേഹം കഴിഞ്ഞ 10 വർഷത്തിൻ്റെ പോരിഷ പറയുകയാണിപ്പോൾ. പോലീസ് പള്ളിയിൽ കയറാത്ത 10 വർഷങ്ങൾ. ജലീലിനോടാണ് പറയുന്നത്. പള്ളികളെ ബഹുമാനിക്കുന്നതും അപമാനിക്കുന്നതും സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. 1989 എൻ്റെ ഓർമ്മ. താങ്കൾ ഇപ്പോൾ അംഗത്വമെടുത്തിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ MLA ആയിരുന്ന N. കണാരനെ ലീഗിന്റെ ഗുണ്ടകൾ ആക്രമിച്ചു. അതിനുശേഷം പ്രതികൾ ഒരു പള്ളിയിലേക്ക് ഓടിക്കേറി അവിടെ അഭയം പ്രാപിച്ചു. അത് കണ്ട കണാരന്റെ ആളുകളാകുന്ന CPM പ്രവർത്തകർ പിന്നാലെ ഓടി പള്ളിക്കകത്ത് കയറി. ചെരുപ്പ് അയച്ചിട്ടിട്ടൊന്നുമില്ല, ഷൂവും ബൂട്ടൊന്നും അയച്ചിട്ടിട്ടില്ല. അങ്ങനെ അങ്ങ് കയറിയിട്ട് അവിടെ കണ്ടവരെയൊക്കെ അടിച്ചു. അതിനു പുറമെ പള്ളിയെ അപമാനിച്ചു. പരിശുദ്ധ ഖുർആൻ പ്രതികളെടുത്തിട്ട് കീറിക്കളഞ്ഞു. ഹൗദിൽ മൂത്രമൊഴിച്ചു. അതൊക്കെ അക്കാലത്ത് പ്രചരിച്ച കാര്യങ്ങളാണ്, വാർത്തകളാണ്. അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് നേരിട്ടുള്ള അനുഭവമില്ല. പക്ഷേ നിഷേധിക്കാനാവാത്ത വിധം അത് പ്രചരിക്കപ്പെടുകയും അതിനെ പ്രതിരോധിക്കാൻ താങ്കളിപ്പോൾ അംഗത്വമെടുത്തിരിക്കുന്ന കണാരന്റെ അനുയായികൾക്ക് സാധിച്ചിട്ടുമില്ല. അതിനാൽ അങ്ങനെയുള്ളൊരു അപമാനിക്കൽ, പള്ളിയെ അപമാനിക്കൽ, ആക്രമിക്കൽ എല്ലാം നടത്തിയതിന് അവരെ കുറ്റപ്പെടുത്താനാവുമോ? കാരണം പള്ളിയോടൊരു ബഹുമാനവും വിശ്വാസവും ഇല്ലാത്ത ആളുകളാണ്. അവരുടെ നേതാവിനെ ആക്രമിച്ച പ്രതികൾ, ഗുണ്ടകൾ അതിനകത്ത് കയറിക്കൂടിയപ്പോൾ അവരെ പിടികൂടാൻ വേണ്ടി അങ്ങോട്ട് കയറി ചെരുപ്പ് വെച്ചിടാതെ. എന്നിട്ട് അവരെ അടിക്കുകയും തൊഴിക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തു. അവിടെ കണ്ട മുസ്ഹഫുകൾ, ഹൗദ്, പള്ളിയുടെ മറ്റ് സാധനങ്ങളൊക്കെ നശിപ്പിച്ച് പള്ളിയെ അപമാനിച്ചിട്ടാണ് അന്ന് CPM-കാർ ഇറങ്ങിപ്പോകുന്നത്. അതപ്പോഴത്തെ സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ്. അതേസമയം ഇതേ CPM പ്രവർത്തകർ തന്നെയാണ് മറ്റു വർഗീയവാദികൾ പള്ളി ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ പള്ളികൾക്ക് കാവൽ നിന്നതും. പള്ളികൾക്ക് RSSകാരിൽ നിന്ന് പള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടി പള്ളികൾക്ക് കാവൽ നിന്ന നല്ല നല്ല മനുഷ്യർ CPM-ലുണ്ടായിരുന്നു. അതും CPM-കാരാണ് ചെയ്തത്. അപ്പോ പള്ളിയെ ഒരു ഭാഗത്ത് ബഹുമാനിക്കുന്ന CPM പ്രവർത്തകർ മറ്റൊരു ഭാഗത്ത് പള്ളിയെ അപമാനിക്കുന്നു. അവിടെ അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നമല്ലാതെ സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ വല്ല പോലീസും പള്ളി കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് UDF ഭരണകൂടത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായുധമാക്കാൻ ശ്രമിക്കുന്ന കെ.ടി. ജലീൽ തൽക്കാലം ആ ആയുധം ഉറയിൽ തന്നെ ഇട്ട് അകത്തിരിക്കുകയാണ് നല്ലത്. അതൊന്നും ഇവിടെ കേരളത്തിൽ വിലപ്പോവുകയില്ല.